നമ്മളെന്തിനാണ് മനുഷ്യന് അറിയാനുള്ള അവകാശം പോലെ അറിയാതിരിക്കാനും അവകാശമുണ്ട്. എല്ലാ കാര്യവും നമ്മൾ അറിയണ്ട. ചിലത് അറിയാതിരുന്നാൽ നമ്മളും നന്നാകും, ആ കാര്യവും നന്നാകും. അറിയേണ്ടതേ അറിയുള്ളൂ. പണ്ടിപ്പോൾ ആകാശവാണിയുടെ വാർത്ത 6:15 ഒരു പ്രാദേശിക വാർത്ത, 7:25 ഡൽഹി റിലേ വാർത്ത, 12:00 പ്രാദേശിക വാർത്ത, 12:50 ഡൽഹി റിലേ വാർത്ത, 6:15 വൈകുന്നേരം പിന്നെ ഒരു പ്രാദേശിക വാർത്ത, 7:25 ഡൽഹി റിലേ വാർത്ത. പത്രത്തിനാകെ 6 പേജ് അല്ല 4 പേജ്. ആ സമയത്തുണ്ടായിരുന്ന ആളുകളുടെ GK ഇന്നില്ല ഒരു പരിധിയോളം. ആ സമയത്ത് രചിക്കപ്പെട്ട പുസ്തകങ്ങളാണ് മൈത്രേയനൊക്കെ എപ്പോഴും വായിച്ചു തീർക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട കത്തുകൾ സമാഹരിക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട ചാറ്റുകളൊന്നും സമാഹാരത്തിൽ വരുന്നില്ല. ഞാൻ പറയുന്നത് ഇന്നത്തെ ഒരു പ്രോബ്ലം പൂച്ചക്കാർ മണികെട്ടും എന്ന് പറഞ്ഞതുപോലെ നിരന്തരം ആവശ്യമില്ലാത്തത് നമ്മുടെ തലയിലേക്ക് അടിച്ചു കയറ്റുകയാണ്. ഓരോ മണിക്കൂറിലും വാർത്തകൾ. ഈ മണിക്കൂറിൽ സംഭവിച്ചതെന്ത്? ഇപ്പോൾ വാർത്ത കണ്ടെത്തുന്നതിന് പകരം വാർത്ത നിർമ്മിക്കുന്നു. അപ്പോൾ ഈ ന്യൂസ് പൊല്യൂഷൻ എന്നുള്ളത് ബ്രെയിനിലേക്ക് വളരെ നമ്മളെ സ്വാധീനിച്ചു. വാർത്താ മാലിന്യം. ശരിക്ക് നമ്മളിത് ഈ ചാനലുകൾക്കാർ പൂട്ടിടും. എപ്പോഴും സംസാരിക്കണ്ടല്ലോ. ശരിക്ക് ചാനൽ രാവിലെ ഒരു 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ, രാത്രി 1 മണിക്കൂർ, അങ്ങനെ ഒരു ചാനൽ വരട്ടെ ഒരു മാതൃകയായിട്ട്. ഇത് ഒരു പരിപാടി അവതരിപ്പിക്കാനില്ലെങ്കിൽ ലാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഫലത്തിലുണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയേണ്ട ആവശ്യമില്ലാത്ത ന്യൂസുകൾ തലയിലേക്ക് വരും. അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ പണ്ട് വർഗീയ ലഹളയും കലാപമൊക്കെ മനുഷ്യനുള്ള കാലം മുതലേ കലഹവും കലാപമൊക്കെ ഉണ്ട്. അതേസമയം അത്തരം ന്യൂസുകൾ മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഏജൻസീസ് ഒരു ഭാഗത്ത്, വൈരവും നിര്യാതന ബുദ്ധിയും ഉൽപ്പാദിപ്പിക്കുന്നത് വേറെ ഭാഗത്ത്. ഷോർട്ടാക്കി പറഞ്ഞാൽ അറിയാതിരിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശത്തെ മാനിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്താവതരണ സംസ്കാരത്തിൻ്റെ അഭാവമാണ് മലയാളത്തിലെ ജനസി നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ആവശ്യമില്ല, ഇത്രയൊന്നും TV കാണേണ്ട യാതൊരു ആവശ്യമില്ല.